ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആൻഡ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നിഫ്റ്റി അനാലിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ 24,400 മുകളിൽ ഒരു ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പോസിറ്റീവ് സൈഡിലേക്ക്. നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ ഡൗൺ സൈഡോ അല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും 24,400 ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ചെറിയ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു, ഫസ്റ്റത്തെ 2 ക്യാൻഡിൽ 2 ക്യാൻഡിൽ പോസിറ്റീവായിട്ടാണ് മൂവ് ചെയ്തത്. ക്ലോസിംഗും 24,400 എന്നുള്ള ലെവലിൽ തന്നതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് കാണിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം മാർക്കറ്റ് പക്ക ഒരു സൈഡ് വൈസ് ആയിട്ട് തീരുക എന്നുള്ള ചെയ്തത്. എല്ലാ ക്യാൻഡിൽസിലും അല്ലെങ്കിൽ എല്ലാ ഇൻഡെക്സുകളിലും ഇന്നലെ പെർഫോം ചെയ്തതും ഏകദേശം ഈ തരത്തിൽ തന്നെയാണ്. ഏകദേശം സെൻസെക്സ്, പിന്നെ മിഡ് ക്യാപ്പ്, അതേപോലെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി 50 തുടങ്ങി എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ പെർഫോം ചെയ്ത് ഈ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇനി നാളെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് നോക്കാം. നിഫ്റ്റി 50 വീക്ക്ലി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഹാമർ അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്നുള്ള ലെവലിലാണ് വന്നിട്ടുള്ളത്. അതിനനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സൈഡിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം, മേലേക്ക് വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റിയിൽ നമ്മൾ നാളെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്കുള്ള ട്രേഡ് മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ 24,422 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ 24,551 എന്നുള്ള ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളൊരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മാർക്കറ്റ് എന്ത് ചെയ്യും, 24,000-ന്റെയും 24,300-ന്റെയും ഇടയിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയി തീരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്, റീടെസ്റ്റിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കോൾ സർക്കിളിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നിഫ്റ്റി 50 കഴിഞ്ഞ് നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ 50,686 എന്നുള്ള ലെവലിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ പുതിയ ട്രേഡുകൾ പ്ലാൻ ചെയ്താൽ മതി. അതല്ലാത്ത ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫോം ചെയ്തുകൊണ്ട് സിമെട്രിക് ട്രയാങ്കിൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ഒരു ഏരിയ. അപ്പം 50,500 അല്ലെങ്കിൽ 50,400 താഴെയും അതുപോലെ 50,100 ഇടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സൈഡ് വേസിനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഡെയിലി ക്യാൻഡിൽ, വീക്കിലി ക്യാൻഡിൽ ബുള്ളിഷ് മൊമെന്റം കാണിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 50,700 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 50,861 അതേപോലെ 51,146 എന്നുള്ള ലെവൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ട്രേഡ് കോൾ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനിടയിൽ 51,000 എന്നുള്ള ഒരു റൗണ്ട് ലെവൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ലെവൽ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് 59,950 അല്ലെങ്കിൽ 51,050 എന്നുള്ള 2 ലെവലിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. 50,950 അതേപോലെ 51,050 എന്നുള്ള 2 ലെവലിലൂടെ മാർക്ക് ചെയ്തിട്ട് ഇതുകൂടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കണം. ഈ ഇത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നിഫ്റ്റിയും സെയിം സിനാരിയോ ആണ്. മാർക്കറ്റ് എന്ത് ചെയ്യണം, 23,091 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടതുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്ത്, എല്ലാ ക്യാൻഡിൽസും അതായത് നിഫ്റ്റി 50-ലാണെങ്കിലും നിഫ്റ്റി ബാങ്കിലാണെങ്കിലും അതേപോലെ നിഫ്റ്റിയിലാണെങ്കിലും ഏകദേശം എല്ലാതും അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്ലൈ ഡോജി അല്ലെങ്കിൽ ഹാമർ എന്നുള്ള ഒരു സിനാരിയോയിലാണ് നിൽക്കുന്നത്. മിഡ് ക്യാപ്പ് മാത്രമാണ് അത്യാവശ്യം ബോഡി ഉള്ള ഒരു ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സെൻസെക്സ് പിന്നെ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മുകളിൽ മാർക്കറ്റ് നെഗറ്റീവ് സെന്റിമെന്റ്സിലാണെങ്കിൽ എന്ത് ചെയ്യണം, ഇനി ഈ ലോ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, മാർക്കറ്റ് നെഗറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ കണക്കൂട്ടുന്നുള്ളൂ. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിം അനുസരിച്ച് 24,000 താഴെ മാർക്കറ്റ് ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ വ്യൂ നെഗറ്റീവായിട്ട് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്സൈഡിലേക്കുള്ള ട്രേഡുകൾ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കോൾ സൈഡിലേക്കുള്ള ട്രേഡുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ
കഴിഞ്ഞ ദിവസത്തെ പോലെ ഈ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.